സൂപ്പർ കപ്പെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമോ? ഈ ഒരു ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഉള്ളത്. സൂപ്പർ കപ്പെങ്കിലും നേടിയെങ്കിൽ മാത്രമേ ഈ ഒരു സീസണിൽ തല ഉയർത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസൺ അവസാനിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം ISL ഈ ഒരു സീസണിൽ 8ാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് സ്റ്റേജിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന കുറച്ച് മത്സരങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ 4ാം സീസണിലും പ്ലേ ഓഫിൽ എത്തുവാനായിട്ട് കഴിയുമായിരുന്നു. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന് ISL 11 സീസൺ ISL കളിച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് 3 തവണയാണ് ഫൈനലിൽ എത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു 3 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് ഉയർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതായത് ISL ഏറ്റവും കൂടുതൽ റണ്ണറപ്പ് ആയ മറ്റൊരു ടീമും ഇല്ല. ISL ഏറ്റവും കൂടുതൽ തവണ റണ്ണറപ്പ് ആയ ഒരു ടീമേ ഉള്ളൂ, അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. റണ്ണറപ്പ് ആയി എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ആ ഒരു ട്രോഫി ഒരു ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ കോട്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ISL മാറ്റി നിർത്തുകയാണെങ്കിൽ ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്ന കോമ്പറ്റീഷനിലും ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ ഒരു കോമ്പറ്റീഷനിൽ പോലും ഈ സീസണിലെ ഡ്യൂറൻ കപ്പിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പരാജയപ്പെട്ട് സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു. ഡ്യൂറൻ കപ്പിലെ സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കപ്പടിക്കുവാനുള്ള ഏക അവസരമാണ് ഈ വരാൻ പോകുന്ന സൂപ്പർ കപ്പിലൂടെ ഒരുങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ടീം, അതായത് ഫുൾ സ്ക്വാഡ് തന്നെയായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പിന് ഇറങ്ങുക എന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കപ്പടിക്കാനുള്ള അവസാന അവസരമായതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സജ്ജമായിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പിന് ഒരുങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കെറ്റാലെ നിയമിച്ച് സൂപ്പർ കപ്പിന് മുമ്പോട്ട് തന്നെ നിയമിച്ചതും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എങ്കിൽ പോലും അദ്ദേഹം ടീമിനോട് സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യുമോ എന്ന കാര്യം സംശയമായിട്ട് നിൽക്കുകയാണ്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി സൂപ്പർ കപ്പ് നേടണമെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ ഒരു 5 മത്സരം സൂപ്പർ കപ്പിലെ തുടർച്ചയായ ഒരു 5 മത്സരം ജയിച്ചാൽ മാത്രം മതി കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് നേടുവാനായിട്ട്. കാരണം സൂപ്പർ കപ്പിലെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റേജ് ഫോർമാറ്റ് അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ സൂപ്പർ കപ്പിൻ്റെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു നോക്കൗട്ട് ഫോർമാറ്റിലാണ്. അത് റൗണ്ട് ഓഫ് 16 ആരംഭിക്കുന്ന കൂട്ടുള്ള നോക്കൗട്ട് ഫോർമാറ്റാണ്. നമുക്കറിയാം UCL പോലെ തന്നെ UCL നോക്കൗട്ട് സ്റ്റേജ് പോലെ റൗണ്ട് ഓഫ് 16 ആരംഭിക്കുന്ന പോലെ തന്നെ നോക്കൗട്ട് ഫോർമാറ്റാണ്. അതായത് ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ ടീം പുറത്താവുന്ന തരത്തിലുള്ള ഫോർമാറ്റാണ് നിലവിൽ സൂപ്പർ കപ്പിനുള്ളത്. എങ്കിൽ പോലും സൂപ്പർ കപ്പിന് നേരത്തെ ഫോർമാറ്റൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടത്തിയതിന് ശേഷം സെമി ഫൈനൽ അങ്ങനെയുള്ള മത്സരങ്ങൾ അങ്ങനെയായിരുന്നു സൂപ്പർ കപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ISL 4ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് ആദ്യമായി വന്ന സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അന്ന് യോഗ്യത ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നെരോക്ക FC 2 ഗോളടിച്ച് ലീഡിൽ നിന്ന ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ സുഖമായിട്ട് തന്നെ വേണമെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കപ്പ് ഈ ഒരു സീസണിൽ സ്വന്തം കോട്ടയിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ടീമുകളും മെയിൻ സ്ക്വാഡ് ഇറക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം AFC പോലുള്ള കോമ്പറ്റീഷൻ വരുന്നതിനാൽ തന്നെ മറ്റ് പല ടീമുകളും മോഹൻ ബഗാനൊന്നും മെയിൻ സ്ക്വാഡ് ഇറക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പടിക്കുവാനായിട്ട് സാഹചര്യമുണ്ട് എങ്കിൽ പോലും നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിന് കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ കപ്പടിച്ച് തന്നെ അവസാനിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമുകളുടെ സീസൺ എന്ന് പറയുന്നത് ഡ്യൂറൻ കപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ കപ്പിൽ അവസാനിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ സീസണിലെ ഡ്യൂറൻ കപ്പും നഷ്ടപ്പെട്ട് ISL സീസണും നഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ഏക ആശ്വാസം സൂപ്പർ കപ്പാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ.